പേര് ആനി. ഞാൻ അങ്കമാലി മാമ്പ്രയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 19/12/2018. ഞാനിപ്പോൾ എൻ്റെ മകൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്ത് പഠിക്കണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പുറത്തു പോയി പഠിക്കാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങളെ പുറത്തു പോയി പഠിക്കാനായിട്ടുള്ള അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. അവിടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, സ്റ്റേ ബാക്കും കഴിഞ്ഞു. വർക്ക് വിസ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാസങ്ങളായിട്ടും അവർ തന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് സങ്കീർത്തനം 25:2 ദൈവമേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിതനായിരിക്കുകയില്ല, ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ എന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിന് ഇഷ്ടമാണെങ്കിൽ അവളെ അവിടെ നിർത്തുക, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ 5-8 മാസം കഴിഞ്ഞ് അവൾക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. മകൾ UK പോകാനായിട്ട് ഞങ്ങൾ ഏത് കോഴ്സ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് മാതാവിനോട്, പുറത്തേക്ക് പോയി പഠിക്കണോ അതോ ഇവിടെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടണോ എന്ന് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് UK പോയി പഠിക്കാനായിട്ടുള്ള അനുഗ്രഹം തന്നു. എല്ലാ അനുഗ്രഹങ്ങളും തന്ന് മാതാവ് പഠിച്ചു. അവിടെ 2 വർഷത്തെ കോഴ്സ് പഠിച്ചു, സ്റ്റേ ബാക്ക് തന്നു. പിന്നെ വിസയ്ക്ക് വയ്ക്കാൻ നേരത്താണ് ഭയങ്കര പ്രോബ്ലം. അവിടുത്തെ നിയമങ്ങളൊക്കെ മാറി വിസ എന്ത് ചെയ്താൽ അവർ തരാം എന്ന് പറയുന്നതല്ലാണ്ട് അവർ വിസ തരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. വിസ 5-8 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിസ കൊടുത്ത് അനുഗ്രഹിച്ചത്. അത് മാതാവ് തന്നതാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ കൃപാസന എന്ന ഗ്രൂപ്പിൽ അവിടെ ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. മാസത്തിലൊരിക്കൽ ഗണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ മകളുടെ ദശാംശം മാസത്തിൽ അവൾ അയച്ചു തരാറുണ്ട്. അല്ലാണ്ട് ഞങ്ങളും ദശാംശം ഇവിടെ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ വരുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ ആകുന്ന വിധത്തിലെല്ലാം സഹായിക്കാറുണ്ട്. ഇവിടെയും കൃപാസനത്തിലും ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ കടകളിലും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലെല്ലാം പോയി കടകളിലും കൊടുക്കാറുണ്ട്. 2 വർഷം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാറുണ്ട്. 1 കിലോമീറ്റർ പോലും ഞാൻ നടക്കാതിരുന്ന ഞാൻ 2 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കെടുക്കാറ്. മാതാവിനും തിരുക്കുമാരനും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിമ്മി, ഇതെൻ്റെ അമ്മ ഓൾറെഡി പറഞ്ഞ പോലെ വിസയ്ക്ക് കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ UK പോയിട്ട് 2 വർഷം പഠിച്ചു, 2 വർഷം സ്റ്റേ ബാക്ക് നിന്നു. എന്നിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഓർത്തു അവിടെ തന്നെ നിൽക്കാം. അപ്പം കെയർ വിസ കയറി. അവർ പറഞ്ഞു 3 മാസത്തിനുള്ളിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. അപ്പോഴും അവർ പറയണത് എനിക്ക് തരാമെന്നാണ് അവർ പറയണത്. അമ്മ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡും കൂടുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനയും കൂടാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഏപ്രിൽ 3 ഈ കഴിഞ്ഞ മാസം മുന്നത്തെ മാസം ഏപ്രിൽ 3 എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. കോടാനുകോടി മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനം 52 അധ്യായം 9 വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആനി ടോമി അങ്കമാലി ഇവിടെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ സംരക്ഷണവും എപ്രകാരമായിരുന്നുവെന്ന് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വളരെയേറെ പ്രകടമായിരുന്നു. മകൾക്ക് പുറത്തേക്ക് പോകുവാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ അവിടെ ആയിരുന്നപ്പോൾ വിസ പെർമിറ്റ് കിട്ടുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നിരവധിയായിരുന്നു. എന്നാൽ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഇടപെടലിൽ പരിശുദ്ധ അമ്മ ഇവർക്കത് സാധിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ
പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നിരവധിയായ നന്മകൾ ചെയ്യുവാനും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രാർത്ഥനയൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നിരന്തരം മാറ്റുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനും ഇവരെയും ഇനി അനുഗ്രഹങ്ങളാൽ നിറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.